അല്ല ഈ നേരം വരയ്ക്കാം സ്കൂളിന്റെ പരിചയപ്പെടുത്തി കൂടി കൂടി പോയിട്ടില്ല. താമേരി സ്കൂൾ പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം മലബാർപ്പ് സ്കൂളിലല്ലേ നീ പഠിച്ചത്? മണ്ണൂര് പഠിച്ചിട്ടൊക്കെ ഇല്ലേ? നീ വായിപ്പിച്ചതല്ല, അത് കുത്തിക്കേറിയതാണ്. വിദ്യാഭ്യാസം സ്കൂളിൽ പോയില്ലേ? താമേരി നിനക്ക് അപ്പൊ അച്ഛനും അമ്മയും എനിക്ക് വിദ്യാഭ്യാസം പഠിപ്പിച്ചു തന്നില്ലേ? സ്കൂളിൽ പോയില്ലേ? തന്തയ്ക്ക് താളിക്കുമ്പോ പിന്നെ യാതൊരു നിവൃത്തിയില്ലാതെ കണ്ടിട്ട് എന്തൊക്കെയോ പഠിപ്പിച്ചു. അപ്പൊ സ്കൂളിൽ പോയി. അപ്പൊ ആദ്യം നിന്നെ എവിടെയാ കൊണ്ട് ചുകർത്തിയത്? ചുകർത്തല്ലേ? ആകെ എന്നെ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചുകർത്തി. അങ്ങനെ 1ാം ക്ലാസ്സിൽ ചുകർത്തി, ചേർത്തി. 2ാം ക്ലാസ്സിലും ചുകർത്തി, 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലും ചുകർത്തി, ചേർത്തി. 4ാം ക്ലാസ്സിലും ചുകർത്തി, ചേർത്തി. 5ാമത്തെ ക്ലാസ് എത്തിയപ്പോഴേക്കും തലപൊങ്ങിയില്ല. പിന്നെ അങ്ങനെ എന്താ ഇവിടെ ധാരാളം കുടിക്കേണ്ട കാര്യമല്ല ഇപ്പൊ ഇവിടെ പറഞ്ഞത്. എനിക്ക് ഈ കുടിക്കേണ്ട കാര്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ. ആ അങ്ങനെ നീ സ്കൂളിൽ പഠിച്ചേ പഠിച്ചു ഇല്ലേ? എന്നാ മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടോ ഒന്ന് പറ. അത് കണ്ണി നോക്കി തന്നെ വേണം. അല്ല പറ്റില്ല. പത്രങ്ങൾ വരുന്നുണ്ട്. അല്ല പത്രം വായിച്ചില്ലേ? അതില് മലയാളത്തിൽ അക്ഷരങ്ങളില്ലേ? പാത്രത്തിൽ വായിക്കല്ലോ, അത് എടുത്തോണ്ട് പോവാ കൂടെ കഴിഞ്ഞതിന് ശേഷം. ആ പാത്രമല്ല പേപ്പർ വായിക്കുന്നില്ലേ രാവിലെ? പേപ്പർ ഇല്ലേ? അതിന് മലയാളം എന്താണ് നമ്മളിങ്ങനെ പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ വേഷങ്ങളാനുമതി വരാൻ അപ്പൊ എന്താ വേണ്ടി? ചുരുക്കി പിടിക്കുക. അപ്പൊ നിന്നെ അന്വേഷിച്ച കാര്യം അതെ, അതായത് അന്വേഷിച്ച കാര്യം. കുട്ടി കിടക്കുന്നു. കുട്ടിയാ? ആ കടകത്തിക്കാരിയാ? അതെ. കണക്കത്ത് പറഞ്ഞ കണക്കത്തിക്കാരി കുട്ടി കടകത്തിക്കാരിയാ? വാരി പിടിച്ചാ തൂറ്റോ? എന്താ ഭാര്യ പിടിക്കാത്തത്? ഇങ്ങനെ ചെയ്യണ്ടല്ലോ. എന്നാലേ ശരിയാകുള്ളൂ. അല്ലെങ്കിൽ ശരിയാവില്ല. അതായത് നേരവണ്ണം പോലെ അല്ലാത്ത ആൾക്കാര് ഞങ്ങൾ രണ്ടാളും ഇടം വലം നിന്ന് അതിന് നന്നാക്കി വിടും. എല്ലാം നന്നാക്കാൻ വിട്ടതാണ്. പണ്ട ഒരാൾക്ക് കൊടുക്ക്, ഏരിൽ ഒരാൾക്ക് കൊടുക്ക്. എന്തിന്? നേരെ ആ നന്നാക്കലല്ല. അതായത് ജടാവിടന്മാര് പറയുന്നുണ്ടോ അവരെ നേർവഴിക്ക് കൊടുക്കും. അതെയോ? അപ്പൊ ജാമീന് അപ്പൊ നിന്റെ ഒക്കെ നേർ വഴിക്കാണ് പോകുന്നത്. ഒരു കാര്യമുണ്ട്. ആ കുട്ടി വന്നാൽ പേടിപ്പെടുത്താൻ പാടില്ല.